എന്തായാലും നമുക്ക് വിപിൻ സി വിജയനിലേക്ക് കൂടി പോകാമല്ലേ? വിപിൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് ചേരുന്നത്. വിപിൻ, തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഇന്നലെ കാണാതായ ബന്ധുക്കളെ അന്വേഷിച്ചുള്ള 4 പേരുടെ ആ ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മരണം കൂടി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഇന്നിപ്പോൾ അവിടുത്തെ മറ്റു വിശദാംശങ്ങൾ, വിവരങ്ങൾ? അഷിത, ആശ്മി, ഒരു അപകടമുണ്ടാകുമ്പോൾ ഏറ്റവും നെഞ്ചുലയ്ക്കുന്ന കാഴ്ച ഏറ്റവും തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ നിന്ന് തന്നെയുള്ളതായിരിക്കും. ഇവിടെയും അത് തന്നെയാണ്. കാരണം നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും വേദന ഉണ്ടാകുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നലെയൊക്കെ പുറത്തു വന്നത്. ഇപ്പോൾ 10 പേരാണ് ചികിത്സയിലുള്ളത്. ഈ 10 പേർ ചികിത്സയിലുള്ളതിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ ഗുരുതരമായിട്ട് തുടരുന്നത് ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ലൈസൻസി ആയിട്ടുള്ള സതീശൻ മുണ്ടത്തിക്കോടിന്റെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഏകദേശം 90% അദ്ദേഹത്തിന് പൊള്ളലേറ്റിരുന്നു. വെന്റിലേറ്ററിലാണ് ഇവിടെ ചികിത്സയിൽ തുടരുന്നത്. ഞാൻ നിൽക്കുന്നത് പറഞ്ഞതുപോലെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഇന്നലെ ഇവിടേക്ക് എത്തിച്ചത് 32 ശരീരഭാഗങ്ങളാണ്. ഈ 32 ശരീരഭാഗങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. 4 പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിലേക്കും കൺട്രോൾ റൂമിലേക്കൊക്കെ വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ 4 പേർ, ഇപ്പോൾ അതിൽ 3 പേരുടെ വിവരങ്ങൾ സുരേഷ്, ഗിരീഷ്, വിഷ്ണു എന്നീ 3 പേരുടെ പേര് കിട്ടിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ തന്നെ അടുത്ത ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. സാധാരണഗതിയിൽ ഈ DNA പരിശോധനാ ഫലം വരാൻ ഒരു 13 ദിവസമൊക്കെ എടുക്കും. ഇത് അടിയന്തര സ്വഭാവത്തിൽ ഒരു 2-3 ദിവസത്തിനകം തന്നെ DNA പരിശോധനയുടെ ആദ്യ ഫലം വരണം എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാളെ മറ്റന്നാളായിട്ട് തന്നെ ആദ്യഘട്ട പരിശോധനാ ഫലം വരും. അപ്പോൾ കുറച്ചുകൂടി അതിലൊരു കൃത്യത വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 പേരാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ 9 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്നലെ മരണപ്പെട്ട പ്രവീണിനെ കൂടി ഉൾപ്പെടുത്തി 9 പേരുടെ പേര് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടത്തി അവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു. ഒരാളെ തിരിച്ചറിയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് ഇപ്പോഴുള്ളത്. മറ്റ് 2 പേർ ഇന്നലെ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയിരിക്കുന്നു. മറ്റുള്ള ആളുകൾ, അതായത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയെന്നുള്ളത് കൂടിയാണ് പോലീസിന്റെ ഒരു കണക്കുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും കൺട്രോൾ റൂമിലേക്കോ അല്ലെങ്കിൽ കലക്ടറേറ്റിലോ തുടങ്ങിയിട്ടുള്ള ഈ വിവരങ്ങൾ ശേഖരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വിളിക്കുകയോ ആരെങ്കിലും കാണാനില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഇതിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്യും. പോലീസ് അപ്പോൾ ആ രീതിക്ക് മറ്റ് ഒരു തരത്തിലുള്ള പേടിയും വേണ്ട. നിങ്ങൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺട്രോൾ റൂമൊക്കെ ആയിട്ട് ബന്ധപ്പെടണം. അങ്ങനത്തെ ബന്ധുക്കളുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടണം എന്നുള്ളത് ഇന്നലെ റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റേതെങ്കിലും രീതിയിൽ അവർ കേസ് വരുമോ തുടങ്ങിയിട്ടുള്ള പേടി കാരണം അതിൽ നിന്ന് വിട്ടു നിൽക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇന്നലെ റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ കാണാനില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്ന ആളുകളുടെ ലഭിച്ച ശരീരഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കുകയും ചെയ്യും. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഈ 2 ദേവസ്വങ്ങളിലൊന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടക്ക നിർമ്മാണശാലയാണ്. അവിടെ ഇപ്പോഴും എത്ര പേർ ഉണ്ടായിരുന്നു എന്ന കാര്യം ആർക്കും അറിയില്ല. 34 എന്ന പോലീസ് DG പറഞ്ഞെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിൽ കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറയുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുമ്പോഴും കൃത്യമായ ധാരണയില്ല. ആകെ ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള കണക്കെന്താണ്? മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് അവർ ഓർഡർ ചെയ്ത 40 ഉണ്ട് കണക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.